ഞാനിപ്പോൾ ഉള്ളത് മീരാമർ ബീച്ചിലാണ്. ഇതാണ് മീരാമറിൻ്റെ എൻട്രൻസ്. നോക്കിയിരിക്കണം. വണ്ടികൾ ഒത്തിരി വരുന്നുണ്ട്. പതുക്കെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് മീരാമറിൻ്റെ എൻട്രൻസ് സ്പോട്ട്. നോക്കട്ടെ, മഴക്കാലമാണ്. ബീച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച മൊത്തം ഭയങ്കര മഴയായിരുന്നു. ഇത് കണ്ടോ, ഇത് മീരാമറിൻ്റെ തസ്വീറാണ്. അത് സൂപ്പറല്ലേ? ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സുകളും ഓട്ടോകളും എല്ലാം വരുന്നുണ്ട്. ഇനി ക്രോസ് ചെയ്യാന്നുള്ളത്. നല്ല ഒന്നാമത്തൊരു ബീച്ചാണ്. ഈ ചെറിയ ബീച്ചാണ്, പക്ഷേ പഞ്ചിം സിറ്റിയോട് അടുത്ത് കിടക്കുന്ന ബീച്ചായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എപ്പോഴും. ഇവിടെ മീരാമർന്ന് എഴുതിയേക്കുന്നുണ്ടേ, കാണിച്ചു തരാവേ. ഇത് നടക്കാനും സൈക്കിളിനുമുള്ള പോയിൻ്റാണ്. നല്ല സൂപ്പർ വെയിലാണ്. തല പൊളിഞ്ഞു പോണ വെയിലേ ഉണ്ടോട്ടോ. ഇതാണ് മീര. ഐ ലവ് യു മീരാമർ. ഐ ലവ് മീരാമർ. ഇതാണ് മീരാമർ ബീച്ച്. ഞാൻ അങ്ങോട്ട് പോയ ഗാർഡൻ ഉണ്ട് പിള്ളേരുടെ. നോക്കട്ടെ അവിടെ പോകാൻ പറ്റുമോ നോക്കാം. പൈന്മരക്കാടാണ്. പൈന്മര കാട്ടിക്കിടെ എങ്ങനെ അങ്ങ് പോവാം. നല്ല അല്ലെങ്കിൽ ആ മണലിൽ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ചൂടെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ചൂടാണ്. അതുകൊണ്ട് പൈന്മരക്കാട് എന്താ രസമല്ലേ? ആ രസമായിട്ടുള്ള ഒരു പോയിൻ്റാണ് പൈന്മരങ്ങൾ. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരെല്ലാം നോക്കും. ഹായ്. ഇതെല്ലാം പൈന്മരക്കാടുകളാണ്. ഇവിടെയൊക്കെ നല്ല തണലുണ്ട്. നല്ല തണൽ. ഇവിടെ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. വെള്ളമായി, പൈനാപ്പിളുണ്ട്, മാങ്ങയുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. കുറേ സാധനങ്ങളൊക്കെ തന്നെ സൂപ്പർ. കടലിലേക്കൊന്ന് പോയി നോക്കാം. കടലിൻ്റെ തീരത്തൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് പഞ്ചിമിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇതിന് അങ്ങോട്ട്. പഞ്ചിം സിറ്റി തന്നെയെന്ന് പറയാം. ലോക്കൽ ബസ്സസ് ഉണ്ട്. ഡോണാപ്പോളയ്ക്ക് പോകുന്ന ബസ്സുകളുണ്ട്. മീരാമറിന് വരുന്ന ബസ്സുകളുണ്ട്. 15 രൂപ കൊടുത്താൽ മതി പഞ്ചിം സിറ്റിയിൽ നിന്ന്. പഞ്ചിം സിറ്റിയിൽ നിന്ന് 15 രൂപ. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് ലോക്കൽ ട്രാൻസ്പോർട്ടിലായിരിക്കും. ഞാൻ ടാക്സി ഒന്നും പിടിച്ചു പോകാനില്ല. അതിനുള്ള കാശൊന്നും നമ്മുടെ കയ്യിലില്ല. ഞാൻ ലോക്കൽ ട്രാൻസ്പോർട്ടിൽ
സഞ്ചരിച്ചാണ് ഈ വീഡിയോകളെല്ലാം എടുക്കുന്നത് കൂടുതലും. गर्मी में पहन के जाओ. हाँ हाँ ഇതാണ് മീരാമർ ബീച്ച്. സൂപ്പറാണ്. ബീച്ചിൻ്റെ അടുത്തേക്ക് വരുന്നതോറും മണലിന് ഇച്ചിരി ചൂട് കുറവുണ്ട്. ഈ കാലയിലേക്കെല്ലാം പൊടിമണൽ കയറിയിട്ട് കാലെല്ലാം പൊള്ളി പോവുക. കുഴഞ്ഞു പറഞ്ഞ വെള്ളമാണ്, കടലില്ല. अरे तुम्हारे दे चप्पल जा रहे चप्पल जा रहे पकड़ो. ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു. ആ മഴ പെയ്തതിൻ്റെ എത്ര വൃത്തികേടായിട്ട് കാണുന്നത്. ഒത്തിരി കച്ചറ വന്ന സൈഡിൽ അരിഞ്ഞുണ്ട്. ഇതൊക്കെ സാഫ് ചെയ്യേണ്ടതാണ്. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ്. കാരണം ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ലേ ഇതൊക്കെ. ഇതൊക്കെ നല്ലോണം സാഫ് ചെയ്തിടേണ്ട സ്ഥലമാണ്. കപ്പൽ നിൽക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലോ. വൃത്തിയില്ല, ഒത്തിരി കച്ചറയെല്ലാം കൊണ്ട് അടിഞ്ഞു കൂടി കയറി കിടക്കുന്നു. ഒന്നും ഉണ്ടോ അക്കരെ ഇത് കാണാമോന്നറിയത്തില്ല. അതാണ് അക്വാഡ ജയിൽ. അക്വാഡ ജയിൽ ആ മലയുടെ മേളിലാണ് അക്വാഡ ഫോർട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഇക്കരെയാണ് മീരാമർ ബീച്ച്. ഭയങ്കര ചൂടാണ്. വലിയ തിരയൊന്നും കാണുന്നില്ല. ചെറിയ തിരയൊക്കെ ഉണ്ട്. വെള്ളം കലങ്ങി മറിഞ്ഞാണ് കിടക്കുന്നത്. കാരണം ഈ നദിയിലെ വെള്ളമാണ്. ഇവിടെ നിന്നെല്ലാം ഡോൾഫിൻ വാച്ചിങ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോട്ടുകളൊന്നും പോയി കാണുന്നില്ല, എല്ലാം ബന്ധായി. മഴ പെയ്തോടുകൂടി വാട്ടർ സ്പോർട്സ് എല്ലാം ബന്ധമായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ കുറച്ച് കാണാനായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, ഇങ്ങോട്ട് കാടാ, തിരിച്ചു പോവാം, അത്രേ ഉള്ളൂ. മീരാമർ ബീച്ച്. ഇതിനകത്ത് കയറിയ നല്ല ചായയാണ്, നല്ല തണലുണ്ട്. സീസണിലാണ് ഇവിടെയൊക്കെ നിറച്ച ആളുകളായിരിക്കും. ആളുകളൊന്നുമില്ല. ഇനിയിപ്പോൾ 10-15 ദിവസം ബന്ധായി പോവല്ല. കാര്യമായിട്ട് കേൾപ്പിക്കുന്നില്ല. കാരണം ഗോവയിൽ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും. കാരണം പിന്നെ ടൂറിസ്റ്റുകളൊന്നും ഉണ്ടാകത്തില്ല, എല്ലാം ബന്ധായിരിക്കും. പിന്നെ ഇതിൻ്റെ അങ്ങേയറ്റം പോയാൽ ഒരു പാർക്കുണ്ട്, ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്, കാണിച്ചു തരാവേ. ഈ വെയിലത്ത് ആളുകൾ വരുന്നുണ്ട് കേട്ടോ കാണാനായിട്ട്. ആളുകളുണ്ട്. അതാണ് പുറത്തേക്കുള്ള വ്യൂ. മീരാമർ ബീച്ച്, പഞ്ച് സിറ്റി, കനാജി സിറ്റി ആണ് ചിൽഡ്രൻസ് പാർക്ക്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയത്. ചെറിയ ഒരു
ഇതിൽ കുറച്ച് സാധനങ്ങളുള്ളൂ. നല്ല പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. നോക്കാം എന്താ ഉള്ളത്. ഇതൊരു മീനിൻ്റെ ഫിഷ് ഇത്രയൊക്കെ ഉള്ളു. ഓക്കെ.